ഗെയ്സ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗെയ്സ്? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പം ഇന്നൊരു പഴംപൊരി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ദാ 5 മണി ആയി സമയം. അപ്പോൾ ദാ എൻ്റെ ദത്തം പൂച്ച സ്ലാബിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അടുത്ത വിശപ്പിനുള്ള സമയമായവന്. അപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെയൊന്നുമില്ല. വിശപ്പ് എപ്പോൾ കൊടുത്താലും അവൻ കഴിച്ചോളും. മീൻ എപ്പോഴും കണ്ടാലും അവൻ കഴിച്ചോളും. പിന്നെ അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, മീൻ വേണമെങ്കിൽ എനിക്കൊരു ഉമ്മ തരാൻ പറഞ്ഞു. അപ്പോൾ വലിയ ഗമയിലിരിക്കുകയാണ് അവൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വലിയ നേന്ത്രപ്പഴമല്ല, നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു പഴം 6 പീസുകളാണ് ഞാൻ ആക്കുന്നത്. 2ആയിട്ട് മുറിച്ചിട്ട് 6 പീസുകളാക്കുന്നുണ്ട്. നമ്മൾ ഹോട്ടൽ ചായക്കടയിലേക്ക് ആണെങ്കിൽ ഒരു നേന്ത്രപ്പഴം 3 പീസാക്കിയാണ് ഇങ്ങനെ വലുതായിട്ട് തന്നെ 2ആയിട്ട് ഒരു പഴം എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്യത്തില്ല. ഇതിപ്പം നമുക്ക് വീട്ടിലെത്തിക്കില്ലേ. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പഴങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചില പഴത്തിന് മധുരം കുറവായിരിക്കും, അപ്പോൾ അതിന് ടേസ്റ്റ് കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ പഴുത്ത പഴം എടുത്താലേ വാഴയ്ക്കപ്പം ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴംപൊരി എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി പഴങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ബാറ്ററി തയ്യാറാക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയണം, ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. പിന്നെ അടുത്തത് നമുക്ക് ബാറ്ററി തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, മൈദ മാവ്. പിന്നെ 1 കപ്പ്, ചെറിയ കപ്പിന് 1/2 കപ്പ്, ചെറിയ കപ്പാണ്, അതിൽ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് സോഡാപ്പൊടി, പിന്നെ 1 നുള്ള് ഉപ്പ്, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി. കളർ ആവശ്യം എത്രയാണോ നിങ്ങൾക്ക് അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇനി നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ബാറ്ററി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചേർത്തത് 1 കപ്പ് മൈദ മാവ്, 1/2 കപ്പ് അരിപ്പൊടി, ചെറിയ കപ്പിനാണ് 1/2 കപ്പ് അരിപ്പൊടി എടുത്തത്. പിന്നെ പഞ്ചസാര, 1 നുള്ളു സോഡാപ്പൊടി, പിന്നെ ഉപ്പിടപ്പോൾ തോനെ ഇടരുത്. നമ്മൾ പഞ്ചസാരയും കൂടെ ഇടുന്നത് കൊണ്ട് അതിനാവശ്യത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ദോശമാവ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദോശമാവ് ചേർത്താലുള്ള പ്രത്യേകത എന്ന് പറയുമ്പം നല്ല പൊതുവായിരിക്കും നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കപ്പം. പക്ഷേ അരിപ്പൊടി ഉണ്ടാക്കിയ അതുപോലെ ആവില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ദോശമാവില്ല, അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ഉണ്ടെങ്കിൽ 2 സ്പൂൺ, അല്ലെങ്കിൽ പഴം എത്രയാണോ 6 പഴത്തിന് 3 സ്പൂൺ ദോശമാവ് ചേർക്കേണ്ടി വരും. അപ്പം ഞാൻ ഇപ്പം 3 നേന്ത്രപ്പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിനാവശ്യത്തിനുള്ള അരിപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. അപ്പോൾ ബാറ്ററി എല്ലാം നമ്മൾ തയ്യാറാക്കി. ഇനി ഇതുപോലെ നമ്മൾ എടുക്കപ്പോൾ ബാറ്ററി തയ്യാറാക്കപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് വെള്ളം കൂടിപ്പോകരുത്. നമ്മൾ പഴം എടുത്തിടപ്പോൾ നമ്മളെ ബാറ്ററിയിൽ പഴം നല്ലതുപോലെ കട്ടിയായിട്ടിരിക്കണം. ഇപ്പോൾ തന്നെ സ്പൂണെടുത്ത് നോക്കിയപ്പോൾ ആ സ്പൂണിൽ തന്നെ മാവ് നല്ലതുപോലെ ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ബാറ്ററി തയ്യാറാക്കാനുള്ളത്. ഇത് ചെയ്യുന്നത് തന്നെ എല്ലാവരും, എന്നാൽ ഞാൻ ചെയ്യുന്നത് ഒന്നും കൂടെ
പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ, എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് പഴംപൊരി പിന്നെ ഉറയപ്പം. അപ്പോൾ ബാറ്ററി എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു 20 മിനിറ്റ്, 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നമുക്ക് ഈ ബാറ്ററി ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന്. അപ്പോൾ സമയം 5:45. അപ്പം മഗ്‌രിബിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയമായി വരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഞാൻ പാൻ വെച്ച് അതിൽ എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി പഴംപൊരി റെസിപ്പി കാണാം. അപ്പോൾ പാനിൽ കൊള്ളുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ഫ്ലെയിം ഇട്ട് ഒരു സെക്കൻഡ് ഒന്നാകുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം, എന്നാലേ നല്ലതുപോലെ ഉള്ളു വേവത്തുള്ളൂ. അപ്പോൾ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണം. കൂട്ടി വെച്ചതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുക. കുറേ പീസുകളായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി 1 മിനിറ്റ് 1 സെക്കൻഡ് അപ്പം കുറച്ച് വയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് മാവെല്ലാം വെന്ത് വരണ്ടേ. അപ്പം ചെറിയ ഫ്ലെയിമിലിട്ടാൽ അതവിടെ കിടന്നു. എണ്ണ നമ്മൾ നല്ലോണം തിളപ്പിച്ചല്ലേ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മാവെല്ലാം നമുക്ക് നല്ലതുപോലെ വെന്ത് വരും. അപ്പോൾ ആദ്യത്തെ ഞാൻ എടുത്തിട്ടുണ്ട്, ആദ്യത്തെ പഴംപൊരി റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിക്കാം, പഴംപൊരി ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാവരുടെയും ഇഷ്ടവിഭവമായ പഴംപൊരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ടൻ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞത് മറക്കണ്ട, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാളത്തെ വീഡിയോ കാണുവരെയും അസ്സലാമു അലൈക്കും.